എനിക്ക് ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. ഞാൻ ഇന്നലെ UK എത്തിയുള്ളൂ. ഇന്ന് 16-ാം തീയതി അമ്മയുടെ നോമിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസമാണ്. അമ്മയുടെ അഡ്വോക് കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ് ഞാനും അനുസരിച്ച്. പക്ഷേ ഇതിൻ്റെ ഒരു 25-ാം ദിവസം എന്ന് പറയുമ്പോൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന നിലയിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം ഒറ്റക്കെട്ടായിട്ട് നിന്ന പോലീസ് സ്റ്റേയുടെ പ്രവർത്തകർക്ക് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓടിയെത്തിയത്. അപ്പോൾ ഇതിൽ ആരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിന്റെ തുടക്കം ഇതുപോലെ തന്നെയായിരുന്നു, രസകരമായിരുന്നു. രാജീവ് കുടപ്പനക്കെന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുമെന്ന് പറഞ്ഞു. ആരെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇതുപോലെ തന്നെയാണ്. GST ഓഫീസറാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ED അന്വേഷണം എന്നാണ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ സ്ക്രിപ്റ്റ് ആരെന്ന് വെച്ചപ്പോൾ മനോജ് IG അപ്പോൾ പോലീസും GSTയും കൂടി ഒരുമിച്ച് വന്നിട്ട് കൂട്ടാനുള്ള എന്തായാലും വരട്ടേന്ന് വിചാരിച്ചു. അത് കുടപ്പനക്കുന്ന അവരുടെ ഏജന്റ് പറയാൻ പറ്റില്ല നമുക്ക്. ഇവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നപ്പോഴും രണ്ടിനും പോലീസിന്റെ കട്ട. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഉറപ്പാണ് GSTയുടെ ഇതും. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഒരു പോലീസുകാരുടെ ഒരു ലുക്കുണ്ട്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കഥ കേൾക്കുമ്പോഴും ഇവരൊക്കെ കഥയൊക്കെ പറഞ്ഞു തരുമല്ലോ. നമ്മൾ എന്താണ് ഏത് രീതിയിലാന്ന് പറയാം. ചിലർ പ്രോഗ്രാമിന് എത്ര രൂപ ചോദിക്കും. ഇൻകം ടാക്സിന്റെ ആൾക്കാരായിരിക്കും. നമ്മൾ എനിക്ക് പറയുമ്പോഴേക്കും ആഗ്രഹം വരുന്നത് കുറെ പരിപാടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ടാക്സ് അടച്ചു പോകുന്ന ആളായതുകൊണ്ട് ഇതുകൊണ്ട് എനിക്ക് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കഥ പറഞ്ഞു വന്നപ്പോൾ ഒരു റിസർച്ച് ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ നന്ദുവേട്ടൻ എന്ന് പറയുന്ന ഗംഭീര നടന്റെ ഒരു പെർഫോമൻസിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു മരണത്തോടുകൂടി ഞാൻ എൻ്റർ ചെയ്യുന്ന സംഭവം, അതും വളരെ കൂളായിട്ടുള്ള പോലീസ് ഓഫീസർ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതിനുമുമ്പ് ഞാൻ ചെയ്തത് ജോഷി സാറിന്റെ പാപ്പൻ എന്ന് പറയുന്ന സുരേഷ് ഗോപി പടത്തിലാണ്. അപ്പൊ അതിൽ പോലീസ് ഡ്രസ് ഇട്ട് സുരേഷ് ചേട്ടന്റെ മുന്നിൽ നിൽക്കാൻ തന്നെ എനിക്കൊരു ശമ്പളം ഉണ്ടായിരുന്നു. കാരണം അത്രയും വിറപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ഇതിലെ ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ വെച്ചതിന് ശേഷം ജോഷി സാറിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹം ഓക്കെ അടിപൊളിയാണ് തകർക്കെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കൊരു കോൺഫിഡൻസ്. കാരണം ഒരുപാട് എത്രയും 100 ചില്ലം പടങ്ങൾ ചെയ്തിട്ടുള്ള, അതിൽ ഭൂരിഭാഗം ഹിറ്റാക്കിയിട്ടുള്ള ഒരു സംവിധായകൻ, ഒരുപാട് പോലീസ് ഓഫീസർമാരെ, ഒരുപാട് പട്ടാളക്കാരെയൊക്കെ അഭിനയിപ്പിച്ചിട്ടുള്ള, അതായത് പട്ടാളക്കാരായിട്ട് നമ്മുടെ സ്റ്റാർസ് അഭിനയിപ്പിച്ചിട്ടുള്ള ജോഷി സാറും കൂടി പറഞ്ഞപ്പോൾ കോൺഫിഡൻസ് ആയി. പിന്നെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എല്ലാം തുടക്കക്കാരാണ്. പക്ഷേ എനിക്ക് വലിയ സിനിമ ചെറിയ സിനിമ അങ്ങനെയൊന്നുമില്ല. എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇവരുടെ ഒരു ഡെഡിക്കേഷൻ ഇതിൽ എന്നോടൊപ്പം നിൽക്കുക എന്നുള്ള അതിൻ്റെ ഒരു പ്രൊമോഷൻ എന്തുവാണെങ്കിലും. കാരണം ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഒരുപാട് തയ്യാറെടുപ്പുകളുണ്ട്. കാണുമ്പോൾ 2.5 മണിക്കൂറിലെങ്കിലും എത്രയോ വർഷത്തെ അധ്വാനമായിരിക്കും, എത്രയോ പേരുടെ വേർപ്പായിരിക്കും, എത്രയോ പേരുടെ പണയം വെച്ച ആഭരണങ്ങളായിരിക്കും ഒരു സിനിമ ഉണ്ടാകാൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കാശെടുത്തിട്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നെ ഒരാൾ ആലോചിക്കുന്നു, എന്ന് തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവനിയോഗമാണ്. അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വിജയമോ പരാജയമോ എന്ന് ഞാൻ ചിന്തിക്കാറുള്ളൂ. അങ്ങനെ വന്ന് ചെയ്യുകയും എൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അഭിനയം, അതായത് ഇങ്ങനെ സ്പേസ് കിട്ടുമ്പോഴേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു കലാകാരൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കലാകാരന്മാരാണ്, എവറി മാൻ ഈസ് ആൻ ആക്ടർ. പക്ഷെ ഒരു സംവിധായകൻ കണ്ടെത്തി ആ സ്പേസ് തന്നെങ്കിൽ മാത്രമേ ഒരു കലാകാരൻ്റെ ഒരു അവസരം തന്നാൽ മാത്രമേ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അവസരം തരാൻ വരുന്നവരെ ഒരിക്കലും നിഷേധിക്കാറില്ല. ഇവര് ഒരുപാട് സ്റ്റാർസിന്റെ അടുത്ത് പോയിട്ട് അവസാനമല്ല എൻ്റെ അടുത്ത് വന്നത്, തുടക്കത്തിൽ തന്നെയാണ്. അപ്പൊ പല ആൾക്കാരും പല സ്റ്റാറുകളുടെയൊക്കെ അടുത്ത് പോയിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വരും. അങ്ങനെ കുറെ സ്ക്രിപ്റ്റുകൾ എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സൂക്ഷിച്ചു നോക്കും. കാരണം അതിൽ ചില കാരണങ്ങൾ കൊണ്ടാണ് മറ്റുള്ളവർ ചെയ്യാണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എത്രയോ പേരുടെ അധ്വാനവും സ്വപ്നമാണ് നഷ്ടപ്പെട്ടത്. അതിനുശേഷം വീണ്ടും ഇതുപോലെ വരാൻ തുടങ്ങി. കാരണം എൻ്റെ അടുത്ത് വന്നതിന് ശേഷം പിന്നെ അവർക്ക് ആരടുത്ത് പോകാനില്ല. ലാസ്റ്റ് അത്താണി ഞാൻ. അപ്പോൾ ഇവർ വന്നത് ആദ്യം തന്നെ എൻ്റെ അടുത്തായിരുന്നു. പിന്നെ അങ്ങനെ അൻസിബ ഇതിലേക്ക് വരുന്നു, പോലീസുകാർ ഇതിൽ അഭിനയിക്കുന്നു. എനിക്ക് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടി ബാലിസ്റ്റിക്കിനെ കുറിച്ചും. അല്ലാതെയും പോലീസിലെ CI DSP ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു അനുഭവമാണ്. നമ്മുടെ അഭിനയത്തിന് ഗുണം ചെയ്യുന്നത് അനുഭവങ്ങളാണ്. നമുക്ക് എല്ലാം അനുഭവങ്ങൾ കിട്ടണമെന്നില്ല. ഇപ്പോൾ ഒരു പൈലറ്റായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചിട്ട് വന്നിട്ട് പൈലറ്റ് ആവാൻ പറ്റില്ല. പക്ഷെ ഇവരോട് അതുപരമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ കുറേ ഡയറക്റ്റായിട്ട് അവരുടെ കുറേ ടിപ്സ് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുകയും ഈ സിനിമയ്ക്ക്, അതായത് നമ്മൾ കാണുന്ന പോലെയല്ല പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിത് നമ്മുടെ DGP സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓൾ ദി ബെസ്റ്റ് പോലീസ് ഡേ. കാരണം അവരുടെ അസോസിയേഷൻ്റെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പറയുന്നതാണ്, ഇപ്പോഴൊരു ഏറ്റവും നല്ലൊരു സ്ട്രക്ചറുള്ള ഒരാളെയാണ് പോലീസായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും സുന്ദരന്മാരെന്ന് പറഞ്ഞാൽ പോലീസുകാരായിരിക്കും. അപ്പോൾ ഞാൻ UK ചെന്നപ്പോഴും എനിക്ക് മനസ്സിലായി. കാരണം ഒരു മൊബൈൽ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസുകാരോട് ആളെ കാണിച്ചു തരാൻ നിങ്ങൾ പോയി മേടിക്കുന്നു. ഏറ്റവും ബെസ്റ്റ് പോലീസ് ഞാൻ ലോകം മുഴുവൻ കറങ്ങി വന്നിട്ട് മനസ്സിലായത് കേരള പോലീസ് തന്നെയാണ്. രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലെങ്കിൽ, കാരണം ഒരുപാട് സ്ഥലത്തിലും ഇപ്പൊ കാനഡയിലാണെങ്കിലും പറയും കള്ളനതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പിടിച്ചോന്ന് പറയുന്നു. നമ്മൾ അങ്ങനെയല്ല, നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരെ
പൊക്കിയെടുത്തത്. കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഒരു ധാരണ മാത്രമാണ്, അതൊക്കെ എത്രയോ സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പോലീസ് ഓഫീസേഴ്സായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരുടെ ബ്രില്യൻസ്, നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അവർ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ തന്നെ ആ ഒരു പോലീസായിട്ട് എനിക്ക് സ്ക്രീനിൽ വരാം. അതും IPS ഓഫീസറായിരുന്നു. ജോർജ് സാറിന്റെ പാപ്പിലും ഒരു CA ആയിരുന്നു. ഇത് ഒറ്റയടിക്കാണ് എനിക്ക് IPS കിട്ടിയത്. എത്ര കാലം കഷ്ടപ്പെട്ടാലും അത് കിട്ടുക. അപ്പോ അതിന് അവസരം തന്ന സന്തോഷ് മോഹൻ പാലോടിന് എന്നെ കാസ്റ്റ് ചെയ്തതിന് വളരെ സന്തോഷം. ഇനിയും പടങ്ങൾ വരട്ടെ, എന്നെ തന്നെ പ്രധാന റോളിലൊക്കെ കൊണ്ടുവരട്ടെ. അതുപോലെ തന്നെ എന്റെ പ്രൊഡ്യൂസേഴ്സ്, ഒരു നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ മാതാവ് തന്നെയാണ്. ജന്മം നൽകുന്നവർ പ്രൊഡ്യൂസേഴ്സാണ് അൾട്ടിമേറ്റ്. അവര് പ്രസവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സിനിമ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിർമ്മാതാവ് എന്ന് പറയുന്നത് ഒരു അമ്മ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒപ്പം നിന്ന മനോജയിക്ക് ഫുൾ ടൈം അവിടെ നമുക്ക് എന്ന് പറഞ്ഞു തരാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഉറക്കമാനുണ്ടോ? അപ്പൊ ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോ ഈ ഒരു വിജയത്തിന്റെ നല്ല സിനിമ, ചീത്ത സിനിമ, അങ്ങനെ രണ്ടെണ്ണേ ഉള്ളൂ. അതിൽ നല്ല സിനിമ ചിലപ്പോൾ വിജയിക്കണമെന്നില്ല, ചീത്ത സിനിമ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. പക്ഷെ നല്ല സിനിമയുടെ കൂട്ടത്തിൽ പോലീസിനെ പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ദൈവത്തിന് പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. ഇതിന്റെ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെയായിരുന്നു, പുറപ്പെടുക്കുന്നല്ലായിരുന്നു. കാരണം പുറപ്പെടുക്കുന്നതാണ് കൺട്രോളർ. പക്ഷെ ഒരു ആ സമയത്ത് ഒരു കാലാവസ്ഥക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ അന്തരീക്ഷം ഇല്ലാതാവുകയോ ഒരു ദിവസം ബ്ലോക്ക് ചെയ്താൽ തന്നെ ഒരുപാട് കാശ് നഷ്ടമാണ്. അന്ന് പ്രധാനമന്ത്രി വരുന്ന ദിവസം പോലും നമ്മൾ അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്തില്ല. അപ്പൊ അതിനെല്ലാം ഇതായി ഒരുക്കി തന്നത് ദൈവം എന്ന് പറയുന്ന കൺട്രോളർ തന്നെയാണ് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ജൈത്രയാത്രയിൽ ഞാൻ ഇവരോടൊപ്പം ഉണ്ടാവും. കാരണം അത്ര ഫയറുള്ള ആൾക്കാരാണ്, സിനിമയിൽ ഫയറുള്ള ആൾക്കാരാണ്. അപ്പൊ വന്ന എല്ലാവർക്കും നന്ദി കൂടി അർപ്പിക്കുന്നു. ഇതുപോലുള്ള ചെറിയ പടങ്ങൾ വരുമ്പോഴും വലിയ പടമായിട്ട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. വീണ്ടും കാണേണ്ടി വരും അല്ലെ, പറയേണ്ടി വരും. ഓക്കെ.